ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സർവൈവലിൽ നിന്ന് ഞാൻ ആദ്യം ഇവിടെ കേവ് പോലെ കണ്ടിട്ട് വന്നതാണ് സത്യം എന്നാൽ. എന്നിട്ട് ഇത് ഇത്ര സ്ഥലം ഉണ്ടാകുന്നുള്ളൂ, അത് ഈ ബ്ലോക്ക് വരെ. ഈ 3 ബ്ലോക്കാണ് ഉണ്ടാകുന്നുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ അതിൽ തൽക്കാലം ബെഡ് വെച്ചിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാഗിലേക്ക് ഒരു കട്ടം പൊട്ടിച്ചപ്പോഴാണ് ഇവിടെ ഇത്രയും ഭാഗം ഫ്രീ ആണ് മനസ്സിലായി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ പിന്നെ അടിയിലും ഫ്രീ ആണ്. അടി പിന്നെ ഞാൻ അടച്ചു വെച്ചാണ്. ഇപ്പോൾ അടി വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, എൻ്റെ അടി ഫുള്ള് ഫ്രീ ആണ്. അടി അടയ്ക്കണമെങ്കിൽ നമ്മൾ മേലെ കയറണം. ഇനി നമുക്ക് മേലേക്ക് കയറാം. അതാണ് അടയ്ക്കാം. ഇവിടെ ഒരു ഓക്ക് വയ്ക്കാം തൽക്കാലം, വേണ്ട തന്നെ വയ്ക്കാം. ഇവിടെ അങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് ഇതേ ലെവലിലേക്ക് തന്നെയാണ്. ഞാൻ ഇവിടെ അങ്ങനെ കട്ട പൊട്ടിച്ചപ്പോൾ നേരെ കിട്ടും. അപ്പോൾ നമ്മളുടെ ചെസ്റ്റിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ആവശ്യത്തിനുണ്ട്. 2 ദിവസത്തേക്കുള്ള ഫുഡുണ്ട് നമ്മുടെ കയ്യിൽ. 6 സ്റ്റീക്കും ഉണ്ട്, ഒരു പോർക്കിൻ്റെ മീറ്റ് ഉണ്ട്, അതായത് പന്നിയുടെ അതുണ്ട്. 2 ബോള് ഉണ്ട്, പിന്നെ 3 ബോണ്, പിന്നെ ഒരു ആരോ ഉണ്ട്. അതിനൊന്ന് സ്റ്റോണൊക്കെ നമ്മളിപ്പോൾ ഇതാണ്. പിന്നെ ഫർണസ് ഉണ്ടാക്കി. ഫർണസ് ഇതാണ്. ഫർണസ് എന്തുണ്ടാക്കാൻ പറ്റും? നമ്മുടെ കയ്യിൽ കുക്ക് ചെയ്യാനൊന്നുമില്ല. ബോണ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ ഫർണസിൽ? നോക്കാം. ബോൺ ഫർണസിൽ കാര്യമില്ല. അപ്പോൾ ബോൺ വീൽ ഉണ്ടാക്കാൻ ബോൺ വീൽ എത്ര ബോൺ വീലുണ്ട്? 9 ബോൺ വീലുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓപ്പൺ ചെയ്തതുകൊണ്ടെന്ന്. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴേക്ക് അവിടെ എല്ലാ മോബ്സും ഉണ്ട്. നോക്കിയപ്പോൾ ആദ്യം സ്കെൽട്ടൻ, പിന്നെ സോംബി, പിന്നെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചു എന്നെ കണ്ടിട്ട്. പിന്നെ അവിടെ സോംബി സ്കെൽട്ടനും ഡെഡായി. അങ്ങനെയാണ് എനിക്ക് 2 ബോൺ കിട്ടിയത് ആ സ്കെൽട്ടൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഞാൻ പുറത്തുനിന്ന് പിടിച്ചതല്ലേ. എന്നാലും നമ്മുടെ ബേസിൽ ബെഡും റീസ്പോണൊക്കെ ഇവിടേക്ക് സെറ്റ് ചെയ്ത് കുറച്ചും കൂടി പണിത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് നല്ല ബേസാകും. ഇപ്പം തന്നെ ബേസ് ഒരു ഫ്രീ ആയ ബേസാണ്. നമുക്ക് പണിയുണ്ട് കുറച്ച്. സ്റ്റോണ് കുറച്ച് കിട്ടും ചെയ്യുന്നത് ഷേപ്പ് ആവും. പിക്കാക്സ് തീർന്നു. പോയൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. ചെസ്റ്റിനുണ്ടായിരിക്കുമല്ലോ. ചെസ്റ്റിനുണ്ട്. എവിടെ? പിക്കാക്സ് അത് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. നന്നായി. ഇതും കൂടി നമുക്ക് കട്ട് ചെയ്ത് അതിലൊരു ഷേപ്പിലാക്കാനാണ് എനിക്ക് പ്ലാൻ. ഇത് നമുക്ക് കോള് കിട്ടിയായിരുന്നു. കോള് നമ്മൾ ഒരു കേവിന്ന് കിട്ടി. ഇവിടെയും അത്യാവശ്യം കോളുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാനൊരു കേവ് പോയിട്ടെടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ എത്ര ടോർച്ചുണ്ട്? 47 ടോർച്ച്, 52 ടോർച്ച് എന്തോ ഉണ്ടാകുന്നത്. ഇല്ല, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം കറക്റ്റ്. ഒന്നില്ലെങ്കിൽ നമ്മളിവിടെ ബ്ലോക്ക് വെക്കണം. ബ്ലോക്ക് വെക്കണം. അതോ ഇത് കൂടി
ലെവലൊക്കെ ചെത്തി വയ്ക്കാം ഒരേപോലെ അല്ലേ. എനിക്ക് എൻ്റെ ലുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാൻ പറ്റുക. ഈ ബ്ലോക്കിലെ അത് വെച്ചിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അതന്നെയാണ്. ഇപ്പം ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാൻ പറ്റുമോ. പറ്റിച്ചൊന്നും ഇത് കുറച്ചും കൂടി ഉണ്ട്, 4 കൂടി ഉണ്ട്, 6 ഉണ്ട്. ഇനി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എവിടെ? ഞാൻ സാധനം എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. ഫ്ലിൻ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാലാണ് കാര്യം. എന്താ സ്റ്റാൻഡാ? എന്തൊരു സ്റ്റാൻഡാണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫ്ലിൻ്റ് എന്താ? എനിക്ക് ബലം കൂടുതലുള്ള കട്ടയുള്ളൂ. പക്ഷെ ഇതുണ്ടാക്കിയിട്ടെന്താ കാര്യം? നമ്മളുടെ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണിനെക്കാട്ടും ബലം ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് ഇതും കൂടി പ്ലെയിൻ ആക്കിയാലോ എന്നോ പോലെയൊക്കെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോർച്ച് വെച്ച ഭാഗം ആദ്യം ഉള്ളിലേക്കാക്കി വയ്ക്കുക. ടോർച്ചുള്ളിലേക്ക് കൂടി സ്റ്റോറേജ് പറയാനൊക്കെ എന്ത് ചെയ്യണ്ടേ? ആദ്യം ശ്രദ്ധിക്കണം. ഒരു സ്റ്റാക്കോളായി നമ്മുടെ ഇപ്പോൾ വേറൊരു പ്രശ്നം. ഓക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാൻ നല്ലത്. ഡബിൾ ചെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ക്രാഫ്റ്റിൻ്റെ ആൾ ഒന്ന് പൊട്ടിക്കും. ക്രാഫ്റ്റിൻ്റെ ആദ്യം ചെസ്റ്റ് എടുത്ത് ഇവിടെ വയ്ക്കാം. വാഴയുണ്ടോ കാണാൻ? അല്ല, അവൻ്റെ കയ്യിലുള്ള ഇങ്ങോട്ട് വെക്കാം. എന്നാലാണ് ഇത് പൊട്ടുമ്പോഴത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൈക്ക് നേരെ വയ്ക്കാൻ പറ്റും. നമ്മുടെ കൈക്ക് വരികയാണ് ചെയ്യുക. ജസ്റ്റ് തന്നെ ഇരിക്കണ ഓപ്ഷൻ വേണമായിരുന്നു. ഒരു ഡ്രസ്സും എടുക്കണം. പൊട്ടി പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കിട്ടി. ഇനി നമ്മൾ ഇവിടെ പുതിർത്ത് കുറച്ച് ഈ സാധനങ്ങളൊക്കെ വയ്ക്കുക. നമ്മുടെ ആവശ്യത്തിന് ലെതറുണ്ട്, പക്ഷെ എന്തുണ്ടാക്കണമെങ്കിലും 5 ലെതർ വേണം. ഹാറ്റിന് വരെ അല്ല, തൊപ്പിക്ക് വരെ എത്ര 5 ലെതർ വേണം. കാര്യമില്ല. എത്ര 9 ബോൺ വീലുണ്ട്, 3 ഡോറുണ്ട്, ടോർച്ച് നമുക്ക് വേണ്ടത് നമ്മുടെ ഇലക്ട്രിക് വയ്ക്കാം. സ്റ്റോറിലുണ്ടാക്കി ഒരു ഡോർ ഡോറിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം.
രാവിലെ കോഴി, അതൊരു കോഴിയല്ലേ കാര്യം. ഒരു ഡാറ്റ ഇട്ടു തലവും മതിയായിരിക്കും എന്ന് വിചാരിക്കാം. കോഴിക്കുട്ടിയെ 2 ഫെദറും കിട്ടി, ഫുഡും കിട്ടി. ഒരു ആവലായിട്ട് കുറേ നേരം ആയോന്ന് സംശയം പോലെ. ഈ പട്ട വെച്ചിട്ട് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കണോ അതോ കിട്ടായില്ലേ? ഇവിടെ അല്ലാണ്ട് ഡോർ വെക്കണ്ടേ? ഇവിടെ ഡോർ വെച്ചാണ് ഒരു കാര്യമില്ല. വെച്ചാണ് ഒടുങ്ങി. മഴയാണ്, പുറത്ത് പോയപ്പോൾ പണിയിട്ടും ആണ്. ഇവിടെ ചെസ്റ്റിൻ്റെ മേലേക്ക് മഴ പെയ്യുന്നു. അവിടെ എന്താ ഓട്ടെ? പിന്നെന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ നമുക്കൊരു എൻചാൻറ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണെന്ന് വേണ്ടത്? എന്തൊക്കെയാണ് വേണമായിരുന്നു ഓർമ്മയില്ല. എന്തൊക്കെ സാധനം വേണം? നമുക്ക് ഈ ചിക്കനെ നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ എന്താ ഇടുന്നത്? ലെതറിട്ടിട്ട് കാര്യമുണ്ടോ? ലെതറിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, ലെതർ കൊണ്ട് കാര്യമില്ല. കോള് കിട്ടിയാൽ കോള് മതി. നമുക്ക് ഇത് കൊടുക്കാം. തൽക്കാലം ഒരു ഫ്ലാഗ് വയ്ക്കാം. അയ്യോ, അതിൽ ഓക്കെ അത്താണ് നല്ല രസമുണ്ട്. ആയി ഉണ്ടാവോ? ആയി. അപ്പോൾ ഇത് എടുത്തോ. നമ്മുടെ പ്ലാൻ തിരിച്ചിട്ടില്ല, പക്ഷെ നമ്മളുടെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുക്ക് ചെയ്ത് കഴിക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൻ്റെ കട്ട കൂടുതൽ, അതായത് കൂടുതൽ വിശപ്പ് മാറും. പിന്നെ പെട്ടെന്ന് ലൈഫ് കുറഞ്ഞത് കൂടും ചെയ്യും. പച്ചക്ക് കഴിക്കണേക്കാട്ടിലും കുക്ക് ചെയ്ത് കഴിക്കണം അതിൽ നല്ലത്. അതൊരു കാരണം. ജസ്റ്റ് കുറച്ച് നമുക്ക് മഴ പോയോ? ഇവിടെ ഇങ്ങനെ അറിയില്ല. അപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടി. പട്ടേന്ന് പറഞ്ഞിട്ട് പൊട്ടി. ഞാനപ്പോൾ കുട്ടിൻ്റെ അവസ്ഥയിലാണ്. ഒന്നും ചെയ്യാൻ പറ്റിയ ഞാൻ എന്നിട്ട് ഇറങ്ങിയായിരുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇറങ്ങാനും കയറാനും സ്റ്റെപ്പ് വെക്കണം ആദ്യം പോലെ, എന്നിട്ടാണ് ബാക്കിയുള്ളത് വെച്ചിട്ട് കാര്യമാണ്. ഓക്കെ, ഇവിടെ അത്യാവശ്യം നമുക്ക് സർവൈവ് ചെയ്യാനുള്ളത്. അതായത് ഫുഡും സാധനങ്ങളൊക്കെ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് വേറൊന്നുമില്ല, ബെഡില്ല. ചെലന്തിനും എല്ലാം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു കോഴി വേണം ആരോ ഉണ്ടാക്കാൻ. ഇതൊക്കെ വേണം. ഒരു സ്റ്റിക്ക്, ഒരു ഫെദർ, ഒരു കോള്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ആരോ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്താൽ തന്നെ 4 ഉണ്ട് കിട്ടും. അപ്പം നമുക്ക് കോള് നമുക്ക് ഇവിടെ മൈൻ ചെയ്താണ് നല്ലതെന്ന് തോന്നുന്നത്. ഇവിടെ മൈൻ ചെയ്യാം. കട്ടാനുണ്ടെന്നൊക്കെ ഇത് അങ്ങോട്ട് നോക്കി
2 പിക്കാക്സ് ആൻഡ് കുറച്ച് ഇത് കൊണ്ടെടുത്തോ ടോർച്ച്. ഒരു 5 ടോർച്ച് ഉണ്ട്. 5 നമുക്ക് വേണ്ടി വരും. നമുക്ക് ഇവിടെയൊക്കെയാണ് നമ്മുടെ മൈനിങ് ഏരിയ. ആദ്യം ഇവിടെ പൊട്ടിക്കുക, സ്റ്റെപ്പ് മൈനിങ് ഇവിടെ നടക്കുള്ളൂ. സ്റ്റെപ്പ് മൈനിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പൊട്ടി 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 യെസ്. അടുത്ത പൊട്ടിക്ക് പൊട്ടിക്കേ പൊട്ടി. അത് 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 ഇത് അങ്ങനെ പൊട്ടിക്കേ. അയ്യോ അത് പണിയായി വെച്ചാല് ഇനി നമ്മള് ഇത് ഇങ്ങനെ ഇതിൽ വേറെ പ്രശ്നമുണ്ട്. കോബ്ലർ സ്റ്റോണാണ് നമുക്ക് പൊട്ടിച്ചാൽ കിട്ടണം. പക്ഷെ നമ്മൾ പൊട്ടിക്കും ഇത് ഈ എന്താ പറയുക മറ്റേ സ്മൂത്തായിട്ടുള്ള സ്റ്റോണാണ്. പൊട്ടിക്ക് എവിടെ പൊട്ടണം? അപ്പോൾ ലാവ എല്ലാം വന്നാലും വെച്ചിട്ടാണ് ഇവിടെ ലാവ വരെ. പുറത്തൊന്നും ഇവിടെ ലാവല്ല. ഒന്നാലും വെച്ചിട്ട് ഒരു ചെറിയ ഭയം. ഇവിടെ ആയിട്ട് എനിക്കൊരു ലൈറ്റ് ടാക്സ് തീരാനായി. അപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം കട്ടുണ്ടാക്കി. കട്ടയ്ക്കലും ഇത് ഇങ്ങോട്ട് കയറി വല്ല ഡയമണ്ടോ അയണോ കിട്ടിയാലും ചേട്ടാ അതാ അതിൻ്റെ ഉള്ളിലേക്കുള്ള പൊട്ടൽ. അത് അവിടെ വെച്ച് അടയ്ക്കാം. ഇപ്പോൾ വല്ലതും സ്റ്റോൺ കിട്ടിയിട്ട് കാര്യമില്ല. സ്റ്റോൺ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാം. ഇതിലൊക്കെ വെച്ചിട്ട് ആകെ സ്റ്റോൺ കൊണ്ട് ടൂൾസ് ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓ അയൺ അയൺ കിട്ടിയടാ. അയൺ ഇന്ന് ഞാൻ പൊളി പൊളിക്കും. സീഡ് ഞാൻ ഒന്നും നോക്കാതെ ഒറ്റ ചാട്ടങ്ങട് ചാടി. പൊന്നു അയണോടായ അതിൻ്റെ താഴ്ചക്കിന് എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുന്നതാവും നല്ലത്. അയൺ കിട്ടിയ സന്തോഷത്തിലേ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അത് വെച്ചു. ഓ ഈ പിക്കാക്സിന് ഇതുണ്ട്. ലൈഫ് പറയുകയാണെങ്കിൽ ഭാഗ്യമുള്ള പിക്കാക്സാ. ഇത് പഴയമാതിരി കെട്ടിയിരിക്കണ്ടേ. എത്രയുണ്ട്? 8 ആയുണ്ട്. ഒരു വല്ലാത്ത സന്തോഷം എനിക്ക് പഴം കിട്ടിയപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഇത് വെച്ച് കളിച്ചതുകൊണ്ടാണ്. പൊട്ടിക്ക് പൊട്ടിക്ക്. ഇനി ഇവിടെ വലിയ ലാവ വന്നാലാണ് ടഫാവുക. ലാവ വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ലാവെ പിടിച്ചു നിർത്താനല്ല ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ ബി കെയർഫുൾ ആയിരിക്കണം. എൻ്റെ ഇൻവെൻട്രി നിറയുന്ന ഉറപ്പായി. എത്ര ഉറപ്പാണ്? എത്ര സ്റ്റോൺ ആവശ്യത്തിലധികം നിറയെ കിട്ടുന്നുണ്ട്. പക്ഷെ അയൺ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വരണോ എന്ത് ചെയ്യണം?
നമുക്ക് ലൈറ്റ് വെച്ചിട്ട് പോവാം. നമുക്ക് കണ്ടുകൊണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ മോബ്സ് തുറന്നാൽ അത് പ്രശ്നമാവും. ഈ പിക്കേഴ്സ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം, അതിപ്പോൾ തീർക്കാം. എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പൊട്ടിക്ക് തീർന്നു. പുതിയ പിക്കേക്സ് ആൻഡ് പൊട്ടിക്ക്. സ്പീഡ് കൂടുതലുണ്ട്. കൂടി കോയെല്ലാം എടുത്തിട്ട് തീർക്കാം. മോബ്സ് സ്പോൺ ആയാലാണ് പ്രശ്നം. ഇവിടെ എന്തോ കണ്ടുപോയി. കണ്ടോ? ഇല്ലല്ലോ. അയൺ കിട്ടിയ ഭാഗം എവിടെയാണ്? ഇവിടെ ഉള്ളിക്ക് കുഴിച്ച അയൺ കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷെ എനിക്കിനി കുഴിച്ച് പോകണോ എന്നറിയില്ല. കുഴിച്ച് പോകണം, അത് വേണ്ടേ? കുഴിച്ച് പോവാൻ തോന്നണു. നമുക്ക് അങ്ങനത്തെ ഒരു റൂട്ട് വയ്ക്കാം. അത് കോളാണോ? ടോർച്ച് വെക്കട്ടെ. കോളാണോ? യെസ്, ടോർച്ച് വെച്ചാൽ അങ്ങനൊരു ഉപകാരം ഉണ്ട് നമുക്ക്. ടോർച്ച് അല്ലാണ്ട് വേറെ വെച്ചാൽ കാര്യമില്ല. ടോർച്ച് കൊണ്ടാകട്ടെ മതി. കണ്ണാണ്. യെസ്, ഇവിടെ കുറച്ച് സ്റ്റോൺ ചിലവാക്കി നമ്മുടെ വീട്ടിലേക്ക് വെക്കാം. അങ്ങനെ അപ്പം കളിച്ച് കുറേ നേരമായി. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത പാർട്ടിൽ എന്തായാലും അയൺ ടൂൾസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്.